ഹാപ്പി വാലന്റൈൻസ് ഡേ ഓൾ ഓഫ് യു. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഈ സെയിം ഡയലോഗ് റിപ്പീറ്റ് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണ്. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഓരോ ചില ആഘോഷങ്ങൾ ആഘോഷിക്കാറുള്ളത്. അപ്പോൾ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് ജയ്ഷേനെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എല്ലാ വാലന്റൈൻസ് ഡേയും ആഘോഷിക്കാറുണ്ട്. ഭയങ്കരമായിട്ടല്ല, ചിലപ്പോൾ ഒരു മിഠായി ആയിരിക്കും, ചിലപ്പോൾ ഒരു കേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു ഷർട്ടായിരിക്കും. എനിക്ക് ജലദോഷമാണ്, അതാണ് സൗണ്ട് മൊത്തം മാറിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഞാൻ ആഘോഷിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ വർഷത്തെ വാലന്റൈൻസ് ഡേ ആണെന്ന് കൂടി ഞാൻ ഓർത്തില്ല. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പു ചേച്ചീനെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഇപ്പോൾ ചേച്ചി കേക്ക് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് കുറച്ച് വർക്ക്സ് ഉണ്ടെടി, ഞാനത് ചെയ്യാനായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്കും കൂടെ ഒരു കേക്ക് ഉണ്ടാക്കുക ചേച്ചി എന്ന് പറഞ്ഞു. റാൻഡമായിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ചേച്ചിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ചേച്ചിക്ക് വേറൊരു ആവശ്യം വന്നതിന് ശേഷം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വേറൊരു ഗോ ടു ബേക്കറാണ് ആനി ചേച്ചി, ആനീസ് കേക്ക്സ്. അപ്പോൾ ആനി ചേച്ചിയോട് ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്കൊരു കേക്ക് ഉണ്ടാക്കി തരൂ, ഇന്ന് രാത്രി തന്നെ വേണം എന്നിങ്ങനെ പറഞ്ഞു. ചേച്ചി ഓക്കെ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, ഇന്ന് ആക്ച്വലി 13-ാം തീയതി വൈകിട്ട് 6:30 ആയിട്ടേ ഉള്ളൂ, 6:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ജയേഷേട്ടന് കൊല്ലത്താണ് പ്രോഗ്രാം. അപ്പോൾ കൊല്ലത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഡെഫിനറ്റ്ലി വെളുപ്പാങ്കാലം 14-ാം തീയതി വെളുപ്പാങ്കാലത്തെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ എനിക്ക് സർപ്രൈസസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന മറ്റൊരു കാര്യമാണ്. എനിക്ക് കിട്ടുന്നതിനേക്കാളും എനിക്ക് മറ്റുള്ളവർക്ക് സർപ്രൈസസ് കൊടുക്കാനാണ് ഇഷ്ടം. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അവരിൽ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു സന്തോഷം, അതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ജയേഷേനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം, ഈവൻ ബർത്ത്ഡേ കൂടി അങ്ങനെ ആഘോഷിക്കാറില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ എന്നെ പരിചയപ്പെട്ടതിന് ശേഷം എല്ലാ ബർത്ത്ഡേയും എന്തൊക്കെ ഒരു ആഘോഷം ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ആഘോഷിക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും എതിർപ്പും പറയാറൊന്നുമില്ല. അങ്ങനെ ഒരു പ്ലാനും കൂടാണ്ട് ഞാൻ വിചാരിച്ചു, ആന ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു കേക്ക് പെട്ടെന്ന് സെറ്റാക്കി തരുമോ, ഇന്ന് വൈകിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ ഇന്ന് രാത്രി എപ്പോഴാണേലും കുഴപ്പമില്ല, പാതിരാത്രിയുടെ ഉള്ളിൽ എപ്പോഴാണേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ന് കേക്ക് വരും. അപ്പോൾ അതൊരു സർപ്രൈസ്. മറ്റൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ജയേഷേട്ടൻ്റെ അമ്മയുടെ സാരിയാണ്. ചേട്ടൻ അമ്മയുടെ കുറച്ച് സാരി മാത്രം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഞാൻ ഒന്നും ഉടുത്തിട്ടില്ല. ചിലതിൽ കുറച്ച് കറയൊക്കെ ആയിട്ടുണ്ട്, ചിലതിൽ കുറച്ച് ഡാമേജസ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം അത്രയും വർഷം പഴക്കമുള്ള സാരിയാണ്. ഇത് അമ്മയുടെ കല്യാണ സാരിയാണ് ആക്ച്വലി. അപ്പോൾ ഇത് ഞാൻ ഉടുക്കുന്നത് മറ്റൊരു സർപ്രൈസ്. കാരണം ചേട്ടൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഇത് ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഭാഗ്യത്തിന് വയലറ്റ് കളർ എനിക്കൊരു ബ്ലൗസും ഉണ്ട്. അങ്ങനെ ഞാൻ എടുത്തങ്ങ് കൊടുത്തു. പൊതുവെ ഇങ്ങനത്തെ ഒഴുകി കിടക്കുന്ന സാരി, ഇങ്ങനെ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സാരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ സാരി ഉടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ 6:30 ആയതേ ഉള്ളൂ. പിന്നെ ഈ 6:30-ക്ക് ഞാൻ എന്തിനാണ് സാരി ഉടുത്ത് വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങും. അപ്പോൾ മിക്കവാറും ഞാൻ ഇതൊക്കെ ഊരി മാറ്റി പിന്നെ ഒന്നും കൂടെ എടുത്ത് ഉടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്. വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. ജയശേട്ടൻ പൊതുവെ പ്രോഗ്രാം കഴിയുമ്പോൾ ഒന്ന് വിളിക്കും, ജസ്റ്റ് വണ്ടിയിൽ നിന്ന് തിരിക്കുമ്പോഴും വിളിക്കും. ഇൻ ബിറ്റ്വീൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാലോ അങ്ങനെയൊന്നും വിളിക്കില്ല. കാരണം പാതിരാത്രി ആയതുകൊണ്ട് ഞാനും കൊച്ചു ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ജയശേട്ടൻ വിളിക്കുന്നത് വീടിൻ്റെ വെളിയിൽ മറ്റേ ബെല്ലടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ വീടിൻ്റെ വെളിയിൽ എത്തിയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിലും എനിക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, എന്തായാലും കൊല്ലമല്ലേ, ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറയാം. അപ്പം ചേട്ടൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് ഏകദേശം അറിയാൻ പറ്റും എപ്പോഴാണ് വീടിൻ്റെ അടുത്ത് എത്താറാവുന്നത് എന്ന്. ആ ഒരു സമയം നോക്കി ഇവിടെ നമുക്ക് കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ശരി, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ജയ്ഷേട്ടൻ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. വരുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ ശരിയാക്കി വെക്കാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക് വരും. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ കേക്ക്. കേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാം. ഹായ്, ഇപ്പോൾ സമയം 11 മണിയായി. ജയ്ഷേട്ടൻ വിളിച്ചായിരുന്നു. അവിടെ പ്രോഗ്രാം കഴിഞ്ഞു, ഉടനെ അവിടെ തിരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് എന്നെ കൊണ്ട് ഒക്കുന്നത് പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഈ സാരി കൊടുക്കണം, അതാണല്ലോ ഹൈലൈറ്റ്. പക്ഷെ സത്യമായിട്ട് ഇപ്പോൾ എനിക്ക് മടി തോന്നുന്നു കേട്ടോ കൊടുക്കാൻ. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു സാരി കൊടുത്തിട്ട് കിടന്നുറങ്ങാം. അവിടുന്ന് എന്തായാലും കൊല്ലമല്ല, ശാസ്താംകോട്ടയാണ്. അവിടുന്ന് ഇവിടെ വരെ എത്ര ദൂരം എനിക്ക് അറിഞ്ഞുകൂടാ. 1 1.5 2 മണിക്കൂർ, മാക്സിമം പോയാൽ 2 മണിക്കൂർ ആഹാരമൊക്കെ കഴിച്ചിട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും 2 മണിക്കൂർ അടുപ്പിച്ച് എടുക്കുമായിരിക്കും. എന്തുവാണേലും ഞാൻ വിചാരിച്ചു
ഇവിടെയൊക്കെ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. എനിക്ക് വലിയ പ്ലാനിങ് ഒന്നുമില്ല. പിന്നെ കേക്ക് കിട്ടി കേട്ടോ, കേക്ക് കൊണ്ടുവന്നു. പക്ഷേ കേക്ക് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു കേക്കല്ല. പിന്നെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ചേച്ചിയോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ഡിമാൻഡൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു ചേച്ചി ഉള്ളത്, ചേച്ചിയുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഇപ്പോൾ പെട്ടെന്ന് ഇന്ന് തരാൻ പറ്റുന്ന ഏതാണുള്ളത് അത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒരു ടബ് എന്നാണോ ടബ് കേക്ക്, ഒരു ബോക്സിൽ ഒരു കേക്ക്, അങ്ങനെ അത്രയേ ഉള്ളൂ. കേക്ക് അങ്ങനെ വലിയ ഡെക്കറേറ്റഡ് ഒന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് ഉറപ്പാണ്. എനിവേ നമുക്കൊന്ന് ജയിച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഭയങ്കര ടയർഡായിട്ടായിരിക്കും വരുന്നത്. ഇത്രയും ഉറക്കം കഴിഞ്ഞ് ലോങ് ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും, ഉറക്കപ്പിച്ചിലാണോ വരുന്നത് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇതൊക്കെ ഒരിക്കലും വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തത് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ജേഷിനെ വരുമ്പോഴത്തേക്കും ഇത് മാത്രം ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ കേക്കും കൂടെ നമുക്കെടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. സോ ദിസ് ഈസ് എ ക്യൂട്ട് കേക്ക്. നല്ല രസമുണ്ട്. സോ ഞാൻ റെഡി ആയിട്ട് ആണ് കിടന്നുറങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ കേക്കും കൂടി ഇവിടേക്ക് വെച്ച് കൊടുക്കാം. ജയശേട്ടൻ എത്താറായി, 1:30 കഴിഞ്ഞു. അപ്പോൾ 2 മണി അടുപ്പിച്ചാണ് എത്തേണ്ടത്. നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ എനിക്ക്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂറും കൂടി. ജയശേട്ടൻ താഴെ വന്നിട്ടുണ്ട്. ഞാൻ കഥയൊക്കെ തുറന്നിട്ട് മിണ്ടാണ്ട് ഇവിടെ ഇരിക്കുക. ജയശേട്ടൻ വന്ന് ഡോർ തുറക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഇടാം. ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്താ വേണ്ടാത്ത ഇതെങ്ങനെയുണ്ട്? ഞാനിപ്പോൾ എണീക്കും മിക്കവാറും. എന്ത് വേണ്ടാ നിൽക്കുന്നത്? എൻ്റെ കലാവിരുതുകൾ എല്ലാവരും കണ്ടോളൂ ഗൈസ്. കളാവോ ഈശ്വരത് മിണ്ടാത്ത നിൽക്കുന്നത് കളാവോ ചേട്ടാ? സൂപ്പർ. ചുമ്മാ അല്ലേ പറഞ്ഞായിരുന്നില്ലേ? ഈ കേക്ക് കട്ട് ചെയ്യാം. ഒരു കേക്കല്ല, അത് കേക്കാണ്, പക്ഷെ കട്ട് ചെയ്യാനല്ല, സ്പൂണിൽ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ക്യൂട്ട് കേക്കാണ് ഗൈസ്, ക്യൂട്ട് കേക്ക്. നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരുടെയും വാലന്റൈൻസ് ഡേ വിഷസ്. ഒരു ദിവസം മാത്രമല്ല പ്രണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ടത്, എല്ലാ ദിവസവും നമ്മൾ പ്രണയിക്കണം. ഇന്നലെ പിന്നെ എന്നെ അടിച്ചെടുത്തിനെ. യെസ്, അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ. നിങ്ങളും സെലിബ്രേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ ഓരോ ചോയ്സാണ്. അത് കൊടുത്തു എന്ന് കരുതി സ്നേഹം കൂടുതലും, കൊടുത്തില്ല എന്ന് കരുതി സ്നേഹമില്ല, അങ്ങനെ ഒന്നുമില്ല. പരസ്പര വിശ്വാസവും പരസ്പര ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെയാണ് അതിനേക്കാളൊക്കെ ഉപരി മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ സ്നേഹം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേ മാത്രമല്ല, എല്ലാ ദിവസവും ഇതേ സ്നേഹം അതുപോലെ നിലനിൽക്കട്ടെ. താങ്ക്സ് അഗെയിൻ ഫോർ വാച്ചിങ്.